ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വൈകുന്നേരം നമ്മൾ തലശ്ശേരി ധർമ്മടം അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ കുറേ ദിവസമായിട്ട് പോകണം, കഴിഞ്ഞ മാസം മുതലേ പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചാണ്. പക്ഷെ ഇപ്പോഴാട്ടോ സമയം കിട്ടിയത്. ഇന്നാണ് അവസാനത്തെ ഡേറ്റ്. അപ്പോൾ നമ്മുടെ അച്ചു അമ്മു അതുകൂടി വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നീല ബീബി താണ്ടേ, അതുപോലെ തന്നെ ഏട്ടൻ താണ്ടേ. ഏട്ടനങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു കേട്ടോ. അപ്പം ഞാനത് വണ്ടിമേലിരുന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഇത്രയും നേരം എന്തൊക്കെയോ പറക്കി കളിച്ചുകൊണ്ടിരുന്ന നിലു ബേബി അവരെ കണ്ട ഉടനെ സൈലൻ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തൊട്ട്. നമ്മൾ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. ആ ചായ കുടിക്കാൻ കേട്ടോ അത്രയും തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ വേറൊരു കടയിൽ ഇതുപോലെ തന്നെയായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ദാണ്ട കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് അതിശയമായിപ്പോയി, കാരണം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ധർമ്മടം ഫെസ്റ്റ് നടക്കുന്ന ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. മുഴുപ്പിലങ്ങാടി പോയിട്ടുണ്ട്, അതിൻ്റെ പണി നടക്കുന്നതിന് മുമ്പാണ് കേട്ടോ പോയത്. ഡ്രൈവിംഗ് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു തവണയും കൂടെ പോകണം. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അകത്ത് കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപയാണെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ കയറണ്ട, തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. പേട്ടൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻട്രി പാസ്സൊക്കെ എടുത്തു. അങ്ങനെ അകത്ത് കയറി നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അടുത്ത് ഇനി എവിടെ പോകാമെന്നൊക്കെ നിങ്ങളൊരു ചർച്ചയിലായിരുന്നു. പിന്നെ നിലു ബേബിനെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ 3 പേരും അവൾ കയ്യിൽ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് കളിച്ചിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവസാനം ഞാൻ അവളെ തറയിലിറക്കി. അപ്പോൾ ചെരുപ്പ് കാറിനകത്തായിരുന്നു കേട്ടോ, എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇറങ്ങാൻ വേണ്ടി നിർബന്ധം പിടിച്ചപ്പോഴത്തേക്കും നമ്മൾ അവളെ ഇറക്കി. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്നപ്പോൾ ഫുള്ള് ഫിഷായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നിലുവിനത് എന്താ പറയുന്ന പോലെ തൊടാനൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. വലിയ മീനുകളൊക്കെ കണ്ടപ്പോഴത്തേക്കും ആളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. സത്യത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെയും കൊണ്ട് പോകുന്നവർക്കായിരിക്കും കൂടുതലും ഇതിഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ നമുക്കതൊരു 100 രൂപയ്ക്ക് കാണാനുള്ളതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് തോന്നിയത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ എൻട്രി പാസ് 100 രൂപയ്ക്ക് എടുത്ത് അകത്ത് കയറിയതിന് ശേഷം അവിടെ ഓരോ റൈഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറണമെങ്കിലും 80 രൂപ 50 രൂപ അങ്ങനെ വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് വേണം വീണ്ടും നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ നിലവിൽ ഫുൾ അവിടെ ഓടിക്കളിക്കുമായിരുന്നു. പിന്നെ അമ്മുവിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും അത്തുവിൻ്റെ അടുത്തും ഇങ്ങനെ അവിടെ ഓടിച്ചെല്ലും, എന്നിട്ട് തിരിച്ച് അവരെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും തിരിച്ച് വീണ്ടും എൻ്റെ അടുത്തേക്ക് ഓടും. അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനീ കാണിക്കുന്നതൊക്കെ മാത്രമേ അവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് എന്താ പറയുക, കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു ഇതല്ലേ. അപ്പം ജസ്റ്റ് അത് തൊടാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല, അവിടെ അടുത്ത് പോകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അവരെന്തോ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു കടയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾമാർ അവിടെ കയറിയിട്ട് ക്ലിപ്പും അതുപോലെ തന്നെ കമ്മലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും അവിടെ നിന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നിലു ബേബി എന്തുകൊണ്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ജസ്റ്റ് ഓടി വന്നപ്പോഴത്തേക്കും ആ ഭാഗത്ത് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇതെല്ലാം കുട്ടികളുടെ സെക്ഷനായിരുന്നു കേട്ടോ. അതെല്ലാം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇതിലൊക്കെ കയറുന്നതിനൊക്കെ 50 രൂപ വെച്ചിട്ടൊക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ബോൾ എറിയുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ റിങ് എറിയുന്ന ഗെയിം ഉണ്ടായിരുന്നു. പിന്നെ ഗ്ലാസ് എറിഞ്ഞിട്ട് ബോൾ കൊണ്ട് എറിഞ്ഞിട്ട് ഫുൾ വീഴ്ത്തുന്ന അങ്ങനൊരു ഗെയിം ഉണ്ടായിരുന്നു. എല്ലാത്തിനും 50 രൂപയാണ് കേട്ടോ. ഇതിപ്പം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും 50 രൂപ കൊടുത്തു. അങ്ങനെ അമ്മുവാണ് കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം 6 ബോളിൽ 6 വീണ് കഴിഞ്ഞാൽ ഒരു സൈക്കിളായിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് അരിപ്പയാണ് കേട്ടോ. അരിപ്പായിരുന്നു കിട്ടിയിരുന്നത്. ഞങ്ങൾ ഭയങ്കര ചിരിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് പറഞ്ഞു ഉടനെ വീട്ടിൽ ചെന്ന് ഉടനെ അത് അമ്മയ്ക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ചിരിക്കുകയാണ് ചെയ്തത്. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ റിങ് എറിയുന്നതായിരുന്നു. ഞാൻ ജസ്റ്റ് ട്രയൽ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്ങും കൊണ്ടില്ല, എങ്ങും വീണതും ഇല്ലായിരുന്നു. പിന്നെ അമ്മ തന്നെയാണ് അതും കളിച്ചിട്ടുണ്ടായിരുന്നത്.
അവൾക്ക് ആദ്യം എറിഞ്ഞപ്പോഴേ വീണില്ലാത്തതുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, എന്നോട് എറിയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു 3 അവൾ എറിഞ്ഞു, പക്ഷെ ഒന്നിലും വീണില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞിട്ട് അവസാനത്തെ 3 റിങ് എറിഞ്ഞത് ഏട്ടനായിരുന്നു കേട്ടോ. അതും ഈ പറയുന്ന പോലെ പാളിപ്പോയി, എങ്ങും വീണില്ല. അതിനെന്തോ ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗം എനിക്കൊന്ന് നല്ല താഴ്ന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എറിയുന്ന ഒന്നും അങ്ങോട്ട് വീഴുന്നുണ്ടായിരുന്നില്ല. അവിടെ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ, വെറുതെ 50 രൂപ പോയതല്ലാണ്ട്. പിന്നെ അടുത്ത സെക്ഷനിൽ ഗ്ലാസ് എറിയുന്നതായിരുന്നു. അപ്പോൾ അത് എറിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് കിട്ടുന്ന ഗിഫ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റും അതുപോലെ തന്നെ കപ്പോ അങ്ങനെ മഗ്ഗൊക്കെ ആയിരുന്നു കിട്ടുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളത് വേണ്ടാന്ന് വെച്ചു. പിന്നെ കുറേ കൂടി ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഈ ഒരു ട്രെയിനാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് ഒരു റൈഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ട്രെയിൻ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാം, അത്രയ്ക്ക് പേടിയില്ലാത്തൊരിതാണെന്ന് വിചാരിച്ചിട്ട് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അതും അതുപോലെ തന്നെ അച്ചുവും കൂടി അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ വേറെ ഒരു റൈഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവർക്കതിൽ കയറണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നമ്മൾ അവർ രണ്ടുപേരും അതിൽ കയറട്ടെ, ഞാനും അമ്മും എങ്കിൽ ട്രെയിനകത്ത് കയറാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു റൈഡിൽ കയറാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഛർദ്ദിക്കും തലകറങ്ങും എന്നൊക്കെ പറഞ്ഞ്, രണ്ടാളും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതും അത് കയറിയിരുന്നപ്പോൾ തന്നെ പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തലയെല്ലാം കറങ്ങിയിട്ട് അച്ചു അതും വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ, എനിക്കും അമ്മൂനും വേണ്ടിയിട്ട്. അപ്പം നിലു ബേബി ഞങ്ങളുടെ കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ പേടിക്കാനൊന്നും ഇല്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ നടുക്ക് മാത്രമേ നമുക്ക് പിടിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. 2 സൈഡിലും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ സൈഡിങ്ങനെ കറങ്ങി തിരിയുന്ന നേരത്ത് ഞാനും നില ഒരു വശത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ചെറുതായിട്ടൊരു പേടി വന്നു. പിന്നെ അതിങ്ങനെ തിരിയുമ്പോൾ ഒരു സൗണ്ടും കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലു ബേബിയും പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്ന ഏട്ടനെ കണ്ടിട്ട് അച്ചാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം കറങ്ങിയിട്ടാണ് കേട്ടോ അത് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നപ്പോഴത്തേക്കും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കണ്ടു. പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു. നിലു ബേബി അവിടെ ഒറ്റയ്ക്ക് നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരു ഫോട്ടോ കിട്ടി. അവൾ പക്ഷേ ഓടിക്കളിക്കുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ഇതുപോലൊരു ലവിൻ്റെ ഇതുണ്ടായിരുന്നു, അവിടെ കയറി നമുക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പിന്നെ അതിൽ കയറി ഇരുന്നിട്ടും ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എല്ലാം ഞാൻ അവസാനം കൊടുക്കാം, എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അവസാനം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ലാഗായിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. കാരണം സെപ്റ്റംബർ മാസം എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. പിന്നെ ഇങ്ങനെ മടി പിടിച്ചിരുന്ന് വോയിസ് പിന്നാണ് കേട്ടോ ചെയ്തത്. അത് വോയിസ് ചെയ്തതും കുറേ ദിവസം കൂടി ഇരുന്നിട്ടാണ്. ആദ്യം കുറച്ച് ചെയ്തു വെച്ചു, അങ്ങനെയായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ആകാശത്തൊട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പേടിയായതുകൊണ്ട് നമ്മൾ അതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ വന്ന വഴി കൂടെ തന്നെയായിരുന്നു നമ്മൾ തിരിച്ച് പോകേണ്ടത്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു കട കണ്ടപ്പോഴത്തേക്കും അമ്മു അതും കൂടെ പേരെഴുതിയ മോതിരമില്ല, അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തത് ഏട്ടനാണ്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നിലു ബേബി അപ്പോഴും നടക്കുക തന്നെ ചെയ്തത് കേട്ടോ, ചെരുപ്പില്ലാണ്ട്. അപ്പോൾ അവൾക്ക് നടക്കണമെന്ന് വാശി പിടിച്ചിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വന്ന വഴിയിൽ എന്ത് കാഴ്ചയാണോ കണ്ടത് അതേപോലെ അതേ കാഴ്ചകൾ കണ്ട് വീണ്ടും തിരിച്ച് നടന്നു. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കണ്ടിട്ട് വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ഫുൾ ആളായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് അമ്മു നില അവിടെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മു അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകും, അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. പോകാൻ നേരം ആകുമ്പോഴത്തേക്കും എല്ലാവരുടെ അടുത്തും കയ്യിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവൾ. അങ്ങനെ അവസാനം എന്തായാലും സീറ്റ് കിട്ടി, ഞങ്ങളവിടെ ഇരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ ഇതാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായി പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്.
ലാഗ് അടുപ്പിക്കുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ മാറ്റുന്നതായിരിക്കും. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ എനിക്ക് അറിയില്ല കേട്ടോ. അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.